പേന കൊണ്ട് നേരിട്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നൊരു പ്രശ്നമാണ് മിസ്റ്റേക്കുകൾ പറ്റാനുള്ള ചാൻസ് കൂടുതലാണ് എന്നുള്ളത്. ചെറുപ്പം തൊട്ടേ പേന കൊണ്ട് വരച്ച് ശീലിച്ചതുകൊണ്ട് കുറേയൊക്കെ അതിനെ തരണം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്ത് ചില അബദ്ധങ്ങൾ പറ്റും. അങ്ങനെ അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അത് ചിത്രത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ വേണ്ടി ആ വരച്ച തെറ്റിയ വരയുടെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കുകയാണ് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കുമ്പോൾ അബദ്ധമായി പോയി എന്ന് തോന്നിയ പല ചിത്രങ്ങളും പിന്നീട് ഡീറ്റെയിലുകൾ ആഡ് ചെയ്തപ്പോൾ നന്നായിട്ട് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ചിത്രം. ഈ ചിത്രം ആദ്യത്തെ ഒരു ഔട്ട്ലൈൻ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒട്ടും തൃപ്തി വന്നൊരു ചിത്രമല്ല. പക്ഷെ പിന്നീട് ഒരുപാട് വരകൾ അതിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചിത്രത്തിൻ്റെ ഭംഗി വർദ്ധിച്ചു. ചിത്രം പൂർത്തിയാകുന്നൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ശരിക്കും നല്ലൊരു സംതൃപ്തി നൽകിയ ചിത്രമായിട്ടിത് മാറി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്തത് ഒരുപാട് വരകൾ അതിനകത്ത് ചേർത്തു എന്നുള്ളതാണ്. പരമാവധി വരകൾ ഷെയ്ഡുകളുടെ രൂപത്തിലും ഡീറ്റെയിലുകളുടെ രൂപത്തിലുമൊക്കെ ഒരുപാട് ചെറിയ ചെറിയ വരകൾ ഈ ചിത്രത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഒന്നിലധികം കഥാപാത്രങ്ങളെ ഒരു ചിത്രത്തിൽ വരയ്ക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ, ഒന്നാൽ അതൊരു യുദ്ധമാകാം, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് സീനാകാം, അങ്ങനെ വരയ്ക്കുമ്പോൾ ശരിക്കും അതൊരു വെല്ലുവിളിയാണ്. കാരണം നമ്മൾ മുൻകൂട്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വരണമെന്നില്ല. അപ്പോൾ ഒരു കഥാപാത്രത്തെ വരയ്ക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് മറ്റൊരു കഥാപാത്രത്തെ ഒപ്പം തന്നെ വരച്ച് പോവുക ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ യുദ്ധരംഗങ്ങൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം വരയ്ക്കുമ്പോഴൊക്കെ രണ്ട് കഥാപാത്രങ്ങളെ ഒരേ സമയത്ത് വരയ്ക്കേണ്ടി വരും. ഒരാളെ വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം മറ്റേയാളെ വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ വേണം, എപ്പോൾ വേണം, എവിടെയാണ് ഈ ശരീരഭാഗങ്ങൾ പരസ്പരം കയറി ഇറങ്ങി വരേണ്ടത്, ഇതൊക്കെ ആ സമയത്ത് തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുക. പേന കൊണ്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നല്ല കോൺട്രാസ്റ്റുള്ള, അല്ലെങ്കിൽ നല്ല കറുത്ത നിറത്തിലുള്ള വരകൾ വെളുത്ത പേപ്പറിൽ അത് പ്രത്യേക തരത്തിലുള്ളൊരു പൊലിമ ചിത്രത്തിന് നൽകും. പെൻസിൽ കൊണ്ട് പേപ്പറിൽ വരയ്ക്കുമ്പോൾ ആ ഒരു ഡെപ്ത് കിട്ടില്ല. അപ്പോൾ പെൻസിൽ ഷെയ്ഡിങ്ങിനേക്കാളും എനിക്ക് കൂടുതൽ പ്രിയപ്പെട്ടത് പേന കൊണ്ടുള്ള ഷെയ്ഡിങ്ങാണ്. പേന കൊണ്ടുള്ള ഷെയ്ഡിങ്ങിന് പലതരം ടെക്നിക്കുകളുണ്ട്. വളരെ പോയിൻറ്റഡ് ആയിട്ടുള്ള പെൻ ഉപയോഗിച്ചുകൊണ്ട് നേരിയ ലൈൻസ് വരച്ചുകൊണ്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അത് പഠിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്. കാരണം ഒരുപാട് സ്ഥിരമായ പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ആ ഷെയ്ഡിങ് ടെക്നിക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ വിദഗ്ധമായിട്ട് നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് 3 ഡയമെൻഷണൽ ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.